വിവാദങ്ങൾക്ക് പിന്നാലെ ലയണൽ മെസ്സി കേരളത്തിലേക്ക് എത്തുമെന്ന് വ്യക്തമാകുന്നതോടെ ആവേശം എങ്ങും അലയടിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പുറക്കാട്ടേരിയാണ്. ഇതാ പുറക്കാട്ടിലെ ഒരു പറ്റം കുട്ടികൾ, സ്പോർട്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുട്ടികൾ ഇതാ നമുക്കൊപ്പമുള്ള മെസ്സിയെ കാണണ്ടേ നമുക്ക്? മെസ്സി എപ്പോഴാ വരുന്നത്? ആരാ കൊണ്ടുവരുന്നത്? എവിടെയൊക്കെയാണ് കളി നടക്കുന്നത് കേരളത്തില്? നമുക്ക് കാണണ്ടേ മെസ്സിയെ? മെസ്സിന്റെ കളി എപ്പോഴും കാണുന്ന ആളുകൾ എത്ര ആളുണ്ട് ഇതില്? എല്ലാരും കാണുന്ന ആൾക്കാരാണോ? ഏറ്റവും അവസാനം കഴിഞ്ഞ കളി ഏതാണ്? ഇത്രയേറെ അറിവ് മെസ്സിയെ കുറിച്ച് ഇവർക്ക് ഓരോരുത്തർക്കുമുണ്ട്. മെസ്സി കളിക്കുന്ന ഓരോ കളികൾ, എത്ര ഗോളുകൾ അടിച്ചു എന്നൊക്കെ ഇവർക്കറിയാം. അത്തരത്തിലൊരു മെസ്സി, ഇവരെയൊക്കെ ആരാധനാ കഥാപാത്രമായ ആ മെസ്സി കേരളത്തിലെത്തുന്നതിന്റെ ആവേശം ഓരോ കുട്ടികളും നമുക്ക് കാണാൻ കഴിയുകയാണ്. കാരണം ഇവർ മെസ്സി വരാൻ കാത്തിരിക്കുകയാണ്. മെസ്സി വന്നാലോ വന്നില്ലെങ്കിലോ? സന്തോഷാണ് അല്ലേ? അപ്പൊ മെസ്സി വരും ഏതാണ്ട് ഉറപ്പ് വരികയാണ്. ആൻഡോ സാർ വ്യക്തമായി കഴിഞ്ഞു, മെസ്സി വരും, വരുന്നുണ്ടല്ലേ? ഏതായാലും മറ്റേ ആർക്കാണ് മെസ്സിയെ കുറിച്ച് കൂടുതൽ അറിയാവുന്നത്? മെസ്സി എത്ര ഗോൾ? മെസ്സി ഗോള് 868. ഇവൻ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അറിയാം. മോന്റെ പേരെന്താ? മുഹമ്മദ് ഷുബൈബ്. എത്ര കാലമായി മെസ്സിന്റെ കളി കാണുന്നു? എത്ര വയസ്സായി മോനെ? 12 വയസ്സ്. അതായത് 8 വയസ്സ് മുതൽ കാണും. ഇവിടെ കളിക്കാൻ വന്നിട്ട് എത്ര കാലമായി? പ്രാക്ടീസ് തുടങ്ങിയിട്ട് തിരുവനന്തപുരത്ത് കളി കാണാൻ പോണോ? ആഗ്രഹമില്ല. മെസ്സിനെ കാണണോ അല്ലേ? മെസ്സിന്റെ ഒപ്പം പന്ത് തട്ടണോ അല്ലേ? ഏതായാലും ഇതാ മെസ്സിയെ കാണാൻ ഇവരൊക്കെ ഒരുങ്ങിയിരിക്കുകയാണ്. ഇത് കേരളത്തിന്റെ ഒരു എന്താ പറയാ, എല്ലാവരുടെയും ആഗ്രഹമാണ്. മെസ്സി വരികയാണെങ്കിൽ ആ മെസ്സിയോടൊപ്പം ഒന്ന് കാണണം, മെസ്സിയോടൊപ്പം പന്ത് തട്ടണം എന്ന് ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാവില്ല. പക്ഷേ മെസ്സിയെ ഒന്ന് കാണാനുമെങ്കിലും, നേരിട്ട് കാണാനെങ്കിലും കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ സന്തോഷകരമായിരിക്കും, സന്തോഷ അനുഭവമായിരിക്കും എന്നാണ് ഇവർ പറയുന്നത്. അപ്പം മെസ്സി വരും. അപ്പൊ മെസ്സിക്ക് ജയ് വിളിച്ചാലോ? ഏതായാലും പുറക്കാട്ടേരിയിൽ നിന്നുള്ള ഒരു കാഴ്ചയാണിത്. കാരണം ഈ കേരളത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും ഇതേ അനുഭവം തന്നെയായിരിക്കും ഉണ്ടാവുക. മെസ്സി കേരളത്തിൽ വരണം, മെസ്സിയെ ഒന്ന് കാണണം, ഒരിക്കലെങ്കിലും കാണണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു ഫുട്ബോൾ പ്രേമിയും നമുക്കൊപ്പം ഉണ്ടാവില്ല. വീഡിയോ ജേർണലിസ്റ്റ് ഷനിൽ കണ്ണനൊപ്പം റിപ്പോർട്ടർ എ കെ അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.